Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the properties of grinding wheel in machine tool and digital manufacturing in S5 Mechanical Engineering. Grinding wheel. So, നമ്മൾ ഗ്രൈൻഡിങ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. സോ ഗ്രൈൻഡിങ് വീൽ എന്നുള്ളത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ മില്ലിംഗ് മെഷീനും ബാക്കിയുള്ള എല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെ ടൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൂളെന്ന് പറയുന്നത് ഒരു മൾട്ടി ടൂത്ത് കട്ടറാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രൈൻഡിങ് വീലിനെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടീത്തൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. സോ നമ്മൾ പറയും അത് സാധാരണ ഒരു അങ്ങനെയല്ല. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ടൂത്ത് കട്ടർ തന്നെയാണ്. അതിൻ്റെ അകത്ത് ട്യൂത്ത്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രിഡ്സ് ആണ് അതിൻ്റെ അകത്ത് ട്യൂത്ത്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഗ്രിഡ്സിനെയാണ് നമ്മൾ തിക്കായിട്ട് പാക്ക് ചെയ്ത് വച്ചേക്കുന്നത്. ഈ ഗ്രിഡ്സിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആണ് ഇവിടെ മെറ്റീരിയൽ റിമൂവൽ നടത്തുന്നത്. സോ എ ഗ്രൈൻഡിങ് വീൽ ഈസ് എ മൾട്ടി ടൂത്ത് കട്ടർ made up of many hard particles known as abrasives which have been crushed to leave sharp edges for the machining. So grinding wheel has two constituents, that is abrasive used for cutting and bone that holds the abrasive grains to form a solid circular shape. സോ ഇതിൽ ഗ്രൈൻഡിങ് വീലിൽ ഞാൻ പറഞ്ഞായിരുന്നു ഗ്രിഡ്സ് അല്ലെങ്കിൽ അബ്രസീവ് എന്ന് പറയുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ തിക്കായിട്ട് പാക്ക് ചെയ്ത് വച്ചേക്കാണ്. അതിനെ നമുക്ക് ഒരു ഇതിൽ ബോണ്ട് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഫൈല് ക്രോസ് സെക്ഷനിലുള്ള ഗ്രൈൻഡിങ് വീല് നമുക്ക് അവൈലബിൾ ആണ്. അത് അതിൻ്റെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസിങ് വളരെ കണ്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുന്നത്. സോ ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് സിലിണ്ടറിക്കൽ ഫ്ലാറ്റ് ഓർ കർവ്ഡ് സർഫസ്, പ്രൊഡക്ഷൻ ഓഫ് എ ഹൈലി ഫിനിഷ്ഡ് സർഫസ്, കട്ടിങ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഷാർപ്പ് എഡ്ജസ് ആൻഡ് സോ ഇതൊക്കെയാണ് ഗ്രൈൻഡിങ് വീലിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രൈൻഡിങ് വീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ടൈപ്പ് ഓഫ് അബ്രസീവ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഗ്രൈൻഡിങ് വീൽ, ഗ്രെയിൻ സൈസ് ഓർ ഗ്രിഡ് സൈസ്, വീൽ ഗ്രേഡ്, ഗ്രെയിൻ സ്പേസിങ്, ബോൺ ടൈപ്പ്, ഗ്രെയിൻ ഷേപ്പ് ആൻഡ് സൈസ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നത്. ഓരോ ഗ്രൈൻഡിങ് വീലിനും ഓരോ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വരുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രെയിൻ സൈസ് ആൻഡ് ഗ്രിഡ് സൈസ്. സോ ഇതിൽ ഗ്രെയിൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു റെഡ് ഇതിനെയാണ് നമ്മൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വരുന്ന ആ ഒരു കൂർത്ത എഡ്ജസ് വരുന്നുണ്ട്. ആ എഡ്ജസ് വെച്ചാണ് ഇവിടെ മെറ്റീരിയൽ റിമൂവൽ എന്നുള്ളത് നടക്കുന്നത്. ആൻഡ് ഇത് എന്ന് പറയുന്നത് അതിൻ്റെ പൊറോസിറ്റിയാണ്. ഈ ഗ്രെയിൻസ് തമ്മിൽ കൂട്ടി ഇണക്കി നിർത്തിയേക്കുന്നതാണ്, ബോണ്ട് യൂസ് ചെയ്താണ് വച്ചേക്കുന്നത്. ഈ ഗ്രെയിൻസിൽ മൈക്രോ ക്രാക്സ് ഉണ്ട്. ഇതിൽ ഗ്രെയിൻ ഫ്രാക്ചറും വരുന്നുണ്ട്. സോ ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ ഗ്രിഡ് സൈസ് എന്ന് പറയുന്നത്, സോ ഇത് ഗ്രെയിനിൻ്റെ സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏത് മെറ്റീരിയലാണ് വരുന്നത് അല്ലെങ്കിൽ എത്ര മെഷസ് ആണ് വരുന്നത് പെർ ലീനിയർ ഇഞ്ച് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ ഗ്രിഡ് സൈസ് നമ്മൾ പറയുന്നത്. സോ ഗ്രെയിൻ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത ഗ്രെയിൻ സൈസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അവിടെ നടക്കുന്നത്. സോ ഈ ഗ്രെയിൻ സൈസ് സെലക്ഷൻ ഓഫ് ഗ്രെയിൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്, എന്ത് മെറ്റീരിയലാണ് അവിടെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, എത്രയാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ആക്ഷനാണ് അവിടെ നടക്കുന്നത്, നമുക്ക് റഫ് സർഫസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, വളരെ സർഫസ് ഫിനിഷ് ഉള്ള ഒരു ഇതാണോ വേണ്ടത് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രെയിൻ സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഗ്രെയിൻ സൈസിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ്. 10 സൈസ് 10, 12, 14, 16, 20 അതിനെ കോറസ് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വേണ്ട സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കോറസ് ടൈപ്പ് ഓഫ് ഗ്രെയിൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മീഡിയം ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് റിമൂവൽ ഫ്രം ഫിനിഷ്ഡ് ആൻഡ് ബോത്ത് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഫൈൻ വരുന്നത് ഏറ്റവും കുറച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വരുന്ന സ്ഥലത്തും ആൻഡ് വെരി ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സർഫസ് ഫിനിഷ് വേണ്ട സ്ഥലത്തുമാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ പർട്ടിക്കുലർ ഗ്രെയിൻ സൈസാണ് ഈ കാണിച്ചേക്കുന്നത്.
ഇനി ഗ്രേഡ് അല്ലെങ്കിൽ ഹാർഡ്നെസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫർ ടു ദ ടെൻസിറ്റി ഓഫ് ദ ഹാർഡ്നെസ് വിച്ച് ദ ബോണ്ട് ഹോൾഡ്സ് ദ കട്ടിംഗ് പോയിൻറ്റ്സ് ഓർ ദ അബ്രസീവ് ഗ്രെയിൻസ്. ഈ ഗ്രെയിൻസിനെ നമ്മൾ പറഞ്ഞായിരുന്നു ബോണ്ട് യൂസ് ചെയ്താണ് കൂട്ടി ഇണക്കി നിർത്തിയേക്കുന്നത് എന്നുള്ളത്. സോ ഈ ബോൺസിൻ്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഹാർഡ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് വീൽ ഗ്രേഡ് അല്ലെങ്കിൽ ഹാർഡ്നെസ് നമ്മൾ പറയുന്നത്. ഈ ബോൺസിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് യൂസ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AHBC DEFG എന്നുള്ളതും, മീഡിയം ആണെങ്കിൽ JKLMNOP എന്നും, ഹാർഡ് എന്നുള്ളത് QYRSTUVWXYZ എന്നുള്ളതും യൂസ് ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഹാർഡസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇസഡിനെയാണ് നമ്മൾ ഹാർഡസ്റ്റ് ഗ്രേഡായിട്ട് പറയുന്നത്. സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രസീവ്സിൻ്റെ ഡിസ്റപ്ഷന് വേണ്ടിയിട്ട് ഉള്ള അത് എത്രത്തോളം ഇത് വിസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത്. സോ ഈ ഗ്രേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത്, ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്താണ്, വീലിൻ്റെ സ്പീഡ് എന്താണ്, കണ്ടീഷൻ ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതൊക്കെയാണ് ഗ്രൈൻഡിങ് വീലിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രൈൻഡിങ് വീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ടൈപ്പ് ഓഫ് അബ്രസീവ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഗ്രൈൻഡിങ് വീൽ, ഗ്രെയിൻ സൈസ് ഓർ ഗ്രിഡ് സൈസ്, വീൽ ഗ്രേഡ്, ഗ്രെയിൻ സ്പേസിങ്, ബോൺ ടൈപ്പ്, ഗ്രെയിൻ ഷേപ്പ് ആൻഡ് സൈസ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നത്. ഓരോ ഗ്രൈൻഡിങ് വീലിനും ഓരോ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വരുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രെയിൻ സൈസ് ആൻഡ് ഗ്രിഡ് സൈസ്. സോ ഇതിൽ ഗ്രെയിൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു റെഡ് ഇതിനെയാണ് നമ്മൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വരുന്ന ആ ഒരു കൂർത്ത എഡ്ജസ് വരുന്നുണ്ട്. ആ എഡ്ജസ് വെച്ചാണ് ഇവിടെ മെറ്റീരിയൽ റിമൂവൽ എന്നുള്ളത് നടക്കുന്നത്. ആൻഡ് ഇത് എന്ന് പറയുന്നത് അതിൻ്റെ പൊറോസിറ്റിയാണ്. ഈ ഗ്രെയിൻസ് തമ്മിൽ കൂട്ടി ഇണക്കി നിർത്തിയേക്കുന്നതാണ്, ബോണ്ട് യൂസ് ചെയ്താണ് വച്ചേക്കുന്നത്. ഈ ഗ്രെയിൻസിൽ മൈക്രോ ക്രാക്സ് ഉണ്ട്, ഇതിൽ ഗ്രെയിൻ ഫ്രാക്ചറും വരുന്നുണ്ട്. സോ യൂസ് ചെയ്യുന്നത്. ഇനി ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രസീവ് പാർട്ടിക്കിൾസിനെ കൂട്ടി ഇണക്കി നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബോണ്ട് എന്നുള്ളത് പറഞ്ഞ്. സോ ഇതിനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിഫൈഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, ഷെല്ലാക് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, റബ്ബർ ബോണ്ട്, ഓക്സിക്ലോറൈഡ് ബോണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെർട്ടിഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേയും വാട്ടറും യൂസ് ചെയ്തിട്ടാണ് ഈ അബ്രസീവ് മെറ്റീരിയലിനെ നമ്മൾ ഈ ഒരു ബോണ്ട് ഫോം ചെയ്ത് കൂട്ടി ഇണക്കി നിർത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലേയും വാട്ടറും യൂസ് ചെയ്തിട്ടുള്ള ബോണ്ടിനെയാണ് നമ്മൾ വെർട്ടിഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇത് ക്ലേയും അബ്രസീവ്സും വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് യൂണിഫോം മിക്സ്ചർ ആക്കിയിട്ട് ഒരു ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന V എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ആ ബോണ്ടിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ സിലിക്കേറ്റ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിലിക്കേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രസീവ് പാർട്ടിക്കിൾസിനെ നമ്മൾ സിലിക്കേറ്റ് അല്ലെങ്കിൽ സോഡ വാട്ടർ ഗ്ലാസ് എന്നുള്ളവ കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സിലിക്കേറ്റ് ബോണ്ട്, അതിനെ S എന്ന നോട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഷെല്ലാക്ക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രസീവ്സിനെ നമ്മൾ ഷെല്ലാക്ക് മോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അതിനെ 150 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് എടുത്താലാണ് നമുക്ക് ഷെല്ലാക്ക് ബോണ്ട് കിട്ടുന്നത്. ആ ഷെല്ലാക്ക് ബോണ്ടിനെ നമ്മൾ എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെസിനോയിഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അബ്രസീവ്സിനെ സിന്തറ്റിക് റെസിൻസ്, ബേക്ക്ലൈറ്റ്, റെഡ്മനോൾ എന്നുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ റെസിനോയിഡ് ബോണ്ട് നമുക്ക് കിട്ടുന്നത്. അതിനെ B ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റബ്ബർ ബോണ്ടുണ്ട്, അടുത്ത ഓക്സിക്ലോറൈഡ് ബോണ്ടുണ്ട്. റബ്ബർ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അബ്രസീവ്സിനെ പ്യുവർ റബ്ബർ ആൻഡ് സൾഫർ എന്നിവ കൊണ്ട് നമ്മൾ കൂട്ടിയണപ്പിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിനെ റബ്ബർ ബോണ്ട് എന്ന്, അത് R എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്സിക്ലോറൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അബ്രസീവ്സിനെ ഓക്സൈഡ്സ് അല്ലെങ്കിൽ ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ് എന്നിവ കൊണ്ട് മിക്സ് ചെയ്ത് കൂട്ടിയണപ്പിക്കുക എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഓക്സിക്ലോറൈഡ് ബോണ്ട് എന്നുള്ളത് പറയുന്നത്. സോ അതിനെ വരുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്.
സോ ഇനി ഒരു ഗ്രൈൻഡിങ് വീല് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സേർട്ടൺ ആൽഫ ന്യൂമറിക് യൂസ് ചെയ്തായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്, സോ അത് IS 551 1954 എന്നുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിംഗ് സിസ്റ്റം യൂസ് ചെയ്തായിരിക്കും അത് കോഡിങ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ മെൻഷൻ ചെയ്യുന്നതാണ്, അത് എന്തിന് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ആ ഒരു പർട്ടിക്കുലർ ഇത് വരുന്നത്. അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്താണ്, അത് എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, അതിൻ്റെ ഗ്രേഡ് സൈസ് എന്താണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ആൽഫ ന്യൂമറിക് ആ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് WC30L5R17 എന്നുള്ളതാണെങ്കിൽ അതിൽ W എന്ന് പറയുന്നത് മാനുഫാക്ചർ കൊടുക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. മേ ബി അതൊരു ആൽഫബറ്റിക് നമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂമറിക് നമ്പർ ആവാം, അത് മാനുഫാക്ചറിൻ്റെ ഡിസിഷനാണ്. ആൻഡ് C എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് രണ്ടാമത്തെ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെയിം ഓഫ് ദ അബ്രസീവ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീൽ. മൂന്നാമത് വരുന്ന ന്യൂമറിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് ഗ്രെയിൻ സൈസാണ്. അടുത്ത വരുന്നത് L എന്നുള്ളത്, ആ L എന്ന് പറയുന്ന ഗ്രേഡാണ് വരുന്നത്. 5 എന്ന് പറയുന്ന സ്ട്രക്ചർ ടൈപ്പ്, 6 എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് ബോണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീൽ, and 17 it is the manufacturer symbols for the record, that is suffix number. അത് അവർക്ക് റെക്കോർഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൽ പ്രിഫിക്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു, അത് മാനുഫാക്ചർ കൊടുക്കുന്നതാണ്. അവരുടെ കോഡിങ്ങും ബാക്കിയുള്ളതുമെല്ലാം അവർക്ക് ക്ലാസിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. മാനുഫാക്ചർ ഒരു ടൈപ്പ് മാത്രമായിരിക്കത്തില്ല മാനുഫാക്ചർ ചെയ്യുന്നത്. സോ അവർ ഡിഫറെൻറ്റ് ടൈപ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാകും. സോ അവരുടെ ആ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതാണ് ഈ പറഞ്ഞത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ വരുന്ന അബ്രസീവ് എന്നുള്ളതാണ്. അബ്രസീവ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പഠിച്ചായിരുന്നു. സോ അത് ഏത് ടൈപ്പ് അബ്രസീവ് ആണോ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. സപ്പോസ് A ആണെന്നുണ്ടെങ്കിൽ അത് അലുമിനിയം ഓക്സൈഡ് എന്നുള്ള ഒരു അബ്രസീവാണ് യൂസ് ചെയ്തേക്കുന്നത്. C ആണെങ്കിൽ സിലിക്കൺ കാർബൈഡ് എന്നുള്ളതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റൽ റിമൂവൽ റേറ്റ് അല്ലെങ്കിൽ ഫിനിഷിങ് ഓഫ് ദ സർഫസ്, അതായത് നമ്മൾ പറഞ്ഞ കോറസ്, മീഡിയം, ഫൈന്, വെരി ഫൈന് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് ഗ്രെയിൻ സൈസ്. ഗ്രേഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫബറ്റിക് യൂസ് ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെരി സോഫ്റ്റ് ആണെങ്കിൽ ബോണ്ടിങ് ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെരി സോഫ്റ്റ് ആണെങ്കിൽ ABCDEFG എന്നുള്ളതും, H എന്നുള്ളത് സോഫ്റ്റ് വരുന്നതും, മീഡിയം LMNOയും, ഹാർഡ് PQRSും, വെരി ഹാർഡ് ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ TUVWXYZ എന്നുള്ളത് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ടിങ്ങിൻ്റെ അബ്രസീവ് ഗ്രൈൻഡിങ് വീലിലുള്ള സ്ട്രക്ചറിനെയാണ് ഡെൻസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് 0 എന്നുള്ള ഇതിലേക്കും, ഓപ്പൺ ആയിട്ടുള്ളതാണെങ്കിൽ 15 എന്നുള്ളത് വരുന്നത്. അടുത്ത വരുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടാണ് അവിടെ വരുന്നത്, വെർട്ടിഫൈഡ് ബോണ്ടാണോ, റെസിനോയിഡ് ബോണ്ടാണോ, റബ്ബർ ബോണ്ടാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. ആൻഡ് സഫിക്സ് എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്. സോ ഈ പറയുന്ന ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ മാർക്കിംഗ് സിസ്റ്റം ഓഫ് ഗ്രൈൻഡിങ് വീൽ ISO ബേസ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് 51A36L5V23 എന്നാണ് നിങ്ങൾ ആ ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ പുറത്ത് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 51 എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സ് റെക്കോർഡാണ്. രണ്ടാമത് വരുന്നത് ലെറ്റർ ആൽഫബറ്റാണ് A എന്നുള്ളത്. A എന്ന് പറയുന്നത് നേച്ചർ ഓഫ് അബ്രസീവ് ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ A എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് അലുമിനിയം ഓക്സൈഡ്. സോ A എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് അടുത്ത വരുന്ന ന്യൂമറിക് വാല്യൂ 36 ആണ്. സോ 36 എന്ന് പറയുന്നത് ഗ്രെയിൻ സൈസ് ആണ്. ഈ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് 36 എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഇതിലാണ് വരുന്നത്, നമ്മൾ കോറസ് പഠിച്ചു, മീഡിയം പഠിച്ചു, ഫൈൻ പഠിച്ചു, വെരി ഫൈൻ എന്നുള്ളത് പഠിച്ചു. സോ 36 എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെയാണ് വരുന്നത്. സോ ഇവിടെ അലുമിനിയം ഓക്സൈഡ് ഗ്രെയിൻ സൈസ് വരുന്നത് 36, അതായത് മീഡിയം ഗ്രെയിൻ സൈസ് ആണ് വരുന്നത്. അടുത്ത വരുന്നത് L എന്നാണ്, അത് ഒരു ആൽഫബറ്റാണ്. ആ ആൽഫബറ്റ് ഗ്രേഡിനെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ L എന്നുള്ളത് വരുമ്പോഴത്തേക്കും ഗ്രേഡ് സ്കെയില് L ആണെന്നുണ്ടെങ്കിൽ അത് മീഡിയം ഗ്രേഡ് സ്കെയിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് നമ്പർ ഒരു ന്യൂമറിക് വാല്യൂ ആണ്. സോ അത് വരുന്നത് സ്ട്രക്ചറിനെയാണ് 5 എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസ് എന്നുള്ള ഇതിലാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ അടുത്ത വരുന്നത് നേച്ചർ ഓഫ് ബോണ്ട് ആണ്. അത് ഒരു ആൽഫബറ്റിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. V എന്നുള്ളതാണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് യൂസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ V എന്നുള്ളത്. ദാറ്റ് ഈസ് വെർട്ടിഫൈഡ് ബോണ്ടാണ് അവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു ആൽഫ ന്യൂമറിക് കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അത് എവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. Thank you all. See you in my next class.